ചേച്ചി ഉണ്ട് ഉണ്ട് കുറച്ച് നോക്കി പിടി കുറച്ച് നോക്കി പനി നോട്ടിട്ട് ഇറങ്ങി ഫോണൊന്ന് സ്വപ്പത്താത്തിരുന്നു അടുത്തിട്ട് ഞാൻ അങ്ങ് പോവും. പൊതുവെ ആക്ച്വലി എല്ലാ സ്ഥലത്തും എൻ.ഡി.എ സ്ഥാനാർത്ഥികൾ വളരെയധികം പോസിറ്റീവായിട്ട് നിൽക്കാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ അതായത് കേന്ദ്ര സർക്കാരിൻ്റെയും അതുപോലെ തന്നെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും വളരെയധികം പ്രോ ഒരു വേവാണ് നടക്കുന്നത്. എന്നാൽ BJP ഭരിക്കാത്ത മറ്റ് സംസ്ഥാനങ്ങളിൽ ശക്തമായ ആൻറ്റി ഇൻകംബൻസി. അതിൽ നമുക്ക് കേരളത്തിലാണ് ഏറ്റവും അധികം നമുക്ക് കാണാൻ കഴിയും. കാരണം നമ്മൾ മലയാളികളായതുകൊണ്ട്
അതുകൊണ്ട് ഭരണവിരുദ്ധ വികാരവും ഒരു ഭരണ അനുകൂല വികാരവും രണ്ടും നടക്കുകയാണ്. അതുകൊണ്ട് ഇത്തവണ വളരെയധികം പ്രതീക്ഷയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരു സാധാരണ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടെണ്ണിയതിന് ശേഷമാണ് നമുക്ക് ഏത് സർക്കാർ വരുന്നത് ധാരണ വരുന്നത്. പക്ഷെ ഇത്തവണ വളരെ വ്യക്തമായി വളരെ മുൻകൂറായിട്ട് തന്നെ നമുക്കറിയാം ആരുടെ നേതൃത്വത്തിൽ ഏത് സർക്കാരാണ് കേന്ദ്രത്തിൽ വരാൻ പോകുന്നത്. അതുകൊണ്ട് ഇത്തവണ ജനങ്ങൾ വളരെയധികം പ്രതീക്ഷയിലാണ്. എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം വെച്ചാൽ ഒരു നരേന്ദ്രമോദി നയിക്കുന്ന ഒരു സർക്കാർ ഭരണത്തിൽ വരുന്ന ഉറപ്പുള്ളപ്പോൾ എന്തുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും പരമാവധി സ്ഥലങ്ങളിൽ നിന്ന് ആ ഭരണത്തിൻ്റെ ഭാഗമാകുന്ന രീതിയെ തിരഞ്ഞെടുത്തുകൂടാ എന്നാണ് ജനങ്ങൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിലും നമ്മൾ അവിശ്വസനീയമായ ചില റിസൾട്ടുകൾ ഉണ്ടാകുന്നതാണ് എൻ്റെ പ്രതീക്ഷ. എല്ലാവരും അച്ഛന് വേണ്ടി തന്നെ വോട്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു കൊല്ലത്ത്. കാരണം ഞാൻ വിശ്വസിക്കുന്നത് അച്ഛൻ വളരെ നല്ലൊരു കാൻഡിഡേറ്റ് ആണ്. കാരണം അച്ഛന് കൊല്ലത്ത് വളരെ ചുരുക്കം സമയമാണ് കിട്ടിയത് കാൻഡിഡേറ്റായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ട്. പക്ഷേ ആ ചുരുക്ക സമയത്തിനുള്ളിൽ തന്നെ അച്ഛൻ കോൺസ്റ്റിറ്റ്യുവൻസി നന്നായി മനസ്സിലാക്കി അവിടുത്തെ പ്രശ്നങ്ങൾ എന്താണ്, അവിടെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നൊക്കെ വളരെ വ്യക്തമായി മനസ്സിലാക്കി ലഭിച്ച ചുരുക്ക സമയത്തിനുള്ളിൽ അച്ഛൻ നന്നായി തന്നെ പ്രവർത്തിച്ചു എന്ന് പറയാൻ കൊല്ലത്ത്. അപ്പം അത് ആദ്യത്തെ ദിവസം തൊട്ട് അവസാനം കലാശക്കൊട്ട് വരെയും ആൾക്കാരുടെ ആ സ്നേഹമൊക്കെ കാണാനുണ്ടായിരുന്നു, സ്നേഹവും സപ്പോർട്ടും ഒക്കെ. അതൊക്കെ വോട്ടിലേക്ക് ട്രാൻസ്ലേറ്റ് ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൊല്ലത്തുള്ള എല്ലാവരും കറക്റ്റായിട്ടുള്ള ഒരു കാൻഡിഡേറ്റിനെ തന്നെ തിരഞ്ഞെടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. റിക്വസ്റ്റ് ചെയ്യുന്നു. നമ്മൾ 2 ദിവസം പോയിരുന്നു അച്ഛനെ സപ്പോർട്ട് ചെയ്യാൻ. കന്നി വോട്ടുകാരി അങ്ങ് കാർത്തിരുന്നു. ഓക്കെ താങ്ക് ഞാൻ കേട്ടായിരുന്നു. കൊല്ലം എൻ ഡി എ സ്ഥാനാർത്ഥി ജി കൃഷ്ണകുമാർ തിരുവനന്തപുരം പട്ടണത്തിൽ കുടുംബസമേതമാണ് വോട്ട് നടത്തിയത്.